അവിടെ നമുക്ക് എത്തണം. സാധനം കൊള്ളാട്ടോ. സോ ആദ്യം നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. क्या आपको पता ये വ്യൂ പോയിന്റ് किधर है? इधर से റൈറ്റാ? ആ, ഞാൻ ആഗ്രഹിച്ച ആ സംഭവമാണ് ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സത്താറയിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു ശരിക്കും സത്താറയിൽ എത്തേണ്ടിയിരുന്നത്. ഇന്നലെ ഗോകർണയിൽ നിന്ന് ഡയറക്റ്റ് സത്താറയിലോട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. ഓൾമോസ്റ്റ് 430 സംതിങ് കിലോമീറ്റേഴ്സായിരുന്നു ഗോകർണയിൽ നിന്ന് ഡയറക്റ്റ് സത്താറയിലോട്ട്. പക്ഷേ സത്താറയിലെത്താൻ ഏകദേശം 170 സംതിങ് കിലോമീറ്റേഴ്സ് ബാക്കി ഉണ്ടായിരിക്കെ എൻ്റെ റയർ ബ്രേക്കിന് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ റയർ ബ്രേക്ക് വർക്ക് ആവുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു നിയർ ബൈ റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി വണ്ടി കാണിച്ചു. അവിടെ ഏകദേശം ഒരു മണിക്കൂർ 1.25 മണിക്കൂറോളം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ട വന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിച്ചു. കർണാടക മഹാരാഷ്ട്ര ബോർഡറിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എത്തേണ്ടതായിരുന്നു. വണ്ടിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഇന്നലെ എത്തിയേനെ. സോ കുഴപ്പമില്ല. ഇന്നലെ നമ്മളവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 6:50-55 അങ്ങനെ പുറപ്പെട്ടു. ഇപ്പോൾ 8:41 സത്താറയിലെത്താൻ ഒരു 45 കിലോമീറ്റർ മാത്രം ബാക്കിയുണ്ട്. ഇന്ന് ഞാൻ പുറപ്പെടുന്ന സമയത്ത് 150 സംതിങ് കിലോമീറ്റേഴ്സ് ആയിരുന്നു സത്താറയിലോട്ടെത്താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് കിലോമീറ്റേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് ഇനിയിപ്പോൾ 45 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. കർണാടക ബോർഡർ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് കടന്നത് മുതൽ റോഡ് കണ്ടീഷൻ ഇങ്ങനെയാണ്. ഹൈവേ തന്നെയാണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. എങ്കിലും ഹൈവേയുടെ ആ ഒരു റോഡ് കണ്ടീഷൻ കർണാടകയുടെ അപേക്ഷിച്ചിട്ട് അത്ര ഓക്കെ ആയിരുന്നില്ല. ഇനി 43 കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട്. ഇങ്ങനെ പോണ വഴിക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നോൺ വെജ് ആവട്ടെ അതുപോലെ തന്നെ വെജ് ആവട്ടെ ഒന്നും ഓപ്പൺ അല്ല. ചിലപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ 8:45 8:45 അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ അതായത് കൊണ്ടായിരിക്കും. അല്ലാന്നാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു ലോഡ്ജിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗണേഷ് ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു 9 ദിവസം ലീവാണെന്ന്. 9 ദിവസത്തേക്ക് ഇവർ ലീവാണ്. അപ്പോൾ ആ ഒരു 9 ദിവസത്തിൽ 4 ദിവസം നിർബന്ധമായിട്ടും ഇവർക്ക് ലീവാണ്. ബാക്കിയുള്ള 5 ദിവസം അതാത് ഷോപ്പ് ഓണേഴ്സിൻ്റെ ചോയ്സ് പോലെയാണ്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. രാവിലെ പുറപ്പെട്ടത് മുതൽ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായില്ല. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് രാവിലെ പുറപ്പെട്ടത് മുതൽ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കർണാടക മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു മഴ ചെറുതായിട്ടൊന്ന് പാറിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കാര്യമായിട്ട് മഴയൊന്നുമില്ല. ഒരു പ്ലസൻറ്റ് വെതറാണ്. അതായത് അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. രാവിലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായയും, ഇവരുടെ എന്തോ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്. സോ ആ ഒരു ചായയും 2 ബണ്ണും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാര്യമായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു 10:30 ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉള്ളിലായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കാം. വേഗം എടുത്തോളൂ, വേഗം 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 വേഗം. വിഷ്വൽ ബ്യൂട്ടി അല്ലേ. മുമ്പിൽ ട്രക്ക് കൊണ്ട് ഒരു മതിൽ തന്നെ പണിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനെങ്ങനെ പോവാ?
Can I go? Oh. ഈ ലോറികളൊക്കെ പോകേണ്ട ഒരു ലൈനുണ്ട് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. ആ ലൈന് കീപ്പ് ചെയ്യാതെ ഇവരെല്ലാവരും തോന്നുന്ന ലൈനിലൂടെയാണ് ഇവർ പോകുന്നത്. 3 ലൈനിലും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിട്ടാണ് ഇവർ പോവുക. അയ്യോ, ഓവർ സ്പീഡിൽ ഫ്ലോട്ടേക്ക് വഴിയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭാഗ്യത്തിന് ഇടതുവശത്ത് അങ്ങനെ വണ്ടിയൊന്നും ഉണ്ടായില്ല. സത്താറ എത്തി കേട്ടോ. ഗണേശ് ചതുർത്ഥിയുടെ എന്ന് ഓടിക്കുമ്പോൾ എന്താ റിലീഫ്. ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ കയറുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് മാപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടവരാ. കാരണം വഴിയൊക്കെ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതായാലും സത്തര എത്തി. സോ നമുക്കെന്തെങ്കിലും എണ്ണക്കടികൾ അടിക്കാം. ഇതെന്താ സാധനം? ഇതിനകത്ത് മസാലയാണോ ഉള്ളത്? भाई ये क्या है? हाँ जी, पालक भजी है, ये बटाटा भजी, वो मिर्ची भजी, पालक भजी, पालक भजी, वो ये बटाटा। टेस्ट शुगर है। वो पालक भजी टेस्ट शुगर और मिर्ची है, इसका टेस्ट। इसका अंदर मसाला है, इसके अंदर बटाटा है। पोटैटो, पोटैटो। ओ ओके। क्या इधर चाय मिलना है? क्या मिलेगा? ഓക്കെ. എൻ്റെ ഹിന്ദി അത്ര അടിപൊളിയല്ല ഗൈസ്. ലഗേജ് ഒന്നും ആരും കൊണ്ടുപോകില്ലല്ലോ അല്ലേ? ഓക്കെ. പൊട്ടാറ്റോ. बटाटा भजी 1 प्लेट। ആ 1 പ്ലേറ്റ്. വാവ്, പരിപാടി കൊള്ളാം. ഈ സാധനം കൊള്ളാം കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി പോലെ ഒരു മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തീർന്നു. ഇത് ഞാൻ പിന്നെ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഇതെന്താ സാധനം എന്നറിയില്ല, തിന്ന് നോക്കണം. പിന്നെ ഇവിടെ മഹാരാഷ്ട്രയിൽ ഒട്ടുമിക്ക എണ്ണക്കടികളുടെ കൂടിയും ഇങ്ങനെ ഒരു 3-4 മുളകിൻ്റെ കഷ്ണം കൂടെ കിട്ടും. പിന്നെ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ചായ, മസാല ചായ അല്ല, പക്ഷേ എന്തോ ഒരു സ്പെഷ്യൽ ചായ എന്നാണ് ഇവരിവിടെ പറയുക ഇതിന്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോരാ, എന്തോ ഒരു ഇലയിൽ ഇവർ കടലൊക്കെ പൊടി പെരക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി ഇന്നത്തെ ആദ്യ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേരാണ് സജ്ജൻഘട്ട്. ഇവിടെ ആക്ച്വലി അടിപൊളി ലാൻഡ്സ്കേപ്പാണ്. ശരിക്കും ഇങ്ങനെയല്ല ഇവിടുത്തെ വീഡിയോ എടുക്കേണ്ടത്. ഇവിടുത്തെ വീഡിയോ ശരിക്കും ഒരു ഡ്രോൺ ഷോട്ടാണ് എടുക്കേണ്ടത്. ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റില്ല. ഇതിലെ പോകുമ്പോൾ ശരിക്കും ഡ്രോൺ ഷോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഡ്രോൺ ഷോട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഒരാൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ആഷിഖ് അസീം ബ്രോ ഇതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു റൂട്ടിൻ്റെ. ഈ പൊളിയാണ് കാണാൻ. ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറാം?
വഴി കാണുന്നുണ്ട് മുകളിലോട്ട് കയറാൻ. പക്ഷെ എൻ്റെ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് മുകളിലോട്ട് കയറാനൊരു भाई क्या आपको पता है ये व्यू पॉइंट किधर है? सज्जनगढ़ है ना ये। सज्जनगढ़ ये एग्जैक्ट लोकेशन किधर है? यस देवी बड़ी है, ये देवी बड़ी है। ये देवी बड़ी है। हाँ। ये एग्जैक्ट लोकेशन किधर है? सज्जनगढ़ कास तोसेगढ़ रूट किधर है? सज्जनगढ़ कास तोसेगढ़ रूट। सज्जनगढ़ कास ये रोड है। कास तोसेगढ़ रूट इधर। सज्जनगढ़ पुरोली कास कुशेगांव ये रोड है। ഗൈസ് ഇതാണ് സത്തറയിലെ സജ്ജൻഗഡ് എന്നൊരു റോഡ്. സജ്ജൻഗഡ് റോഡ് എന്ന് പറയും. ഈ ഒരു ഏരിയയെ സജ്ജൻഗഡ് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരു സജ്ജൻഗഡ് ഫോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സജ്ജൻഗഡ് വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ഇതൊന്നും എക്സാക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്ലേസസും കവർ ചെയ്യാനുള്ള ടൈം എനിക്കില്ല. പക്ഷേ ഞാൻ കണ്ടുവച്ചൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോകാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഏത് വഴിയാണെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ഊഹം വെച്ചിട്ട് മാപ്പിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാപ്പ് എന്നെ കൊണ്ടുപോകുന്നത് അവിടത്തേക്കാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എനിക്ക് തോന്നുന്നു ആ റൂട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ. ആ വഴിയാണെന്ന് തോന്നുന്നു ആഷിഖ് അസീം പുള്ളിക്കാരൻ്റെ താറ് ഓടിച്ച് ഡ്രോൺ പറത്തിയിട്ടുള്ളൊരു ഷോട്ട് എടുത്തത്. അവിടത്തേക്ക് തന്നെ എത്തിയാൽ മതിയായിരുന്നു. സോ ലെറ്റ്സ് ഗോ ദേർ. അടിപൊളി. ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റാതൊന്നുമില്ല. ഗൈസ് ഫ്യൂവൽ തീരാറായിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മുഞ്ചി. भाई उधर कैसे जा सकते हैं? इधर से राइट? हाँ ओके थैंक यू. यस നമ്മളെത്തി ഗൈസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച റൂട്ട്. വാവ്, എൻ്റെ അമ്മോ. ഓ, ഒരു ഡ്രോണ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. റോട്ടിൽ ചെറുതായിട്ട് ചരലൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിലോ വാവ്. എൻ്റെ അമ്മോ അടിപൊളി.
ശരിക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവണമെന്നില്ല. എൻ്റെ അമ്മ നോക്കിയേ, ഒരു വൈബ്രന്റ് പച്ച. पेट्रोल पंप उधर नहीं है. तोसेगढ़ रूट में पेट्रोल पंप पीछे कितना किलोमीटर? तोसेगढ़ में पेट्रोल पंप नहीं है. उधर इस रास्ते में किधर? हाँ ओके थैंक यू. दुकान में ब्लैक दुकान में ओके 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 थैंक यू. എൻ്റെ അമ്മ വ്യൂ നോക്കിയേ, അടിപൊളി. ദിസ് ഈസ് എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഫോർ മീ. വർഷങ്ങളായിട്ട് സഹ്യാദ്രി ഏരിയ ഒന്ന് പറ്റുന്നത് പോലെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ ബെഡ് റെസ്റ്റിൽ ഉണ്ടായിരിക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ പല മോട്ടോ വ്ളോഗിങ് വീഡിയോസൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആഷിഖ് അസീം ബ്രോയുടെ ആ ഒരു സഹ്യാദ്രി എക്സ്പെഡീഷൻ വീഡിയോ ഞാൻ കാണാനിടയാവുന്നത്. സഹ്യാദ്രി ഏരിയ ഒക്കെ ആൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കണ്ടു. അപ്പോൾ ആൾ ഈ ഒരു റൂട്ട് ഇങ്ങനെ തന്നെ പോകുന്നതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ലാതെ അങ്ങ് ഇമ്പ്രസ്ഡായി. ഞാൻ ഒരിക്കൽ ഇനി എപ്പോഴെങ്കിലും സഹ്യാദ്രി ഏരിയ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ വഴി ഒന്ന് വരണം എന്ന് ഞാൻ ആ ആക്സിഡൻറ്റ് പറ്റി ബെഡ് റെസ്റ്റിലുണ്ടായിരിക്കെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. സോ ഞാൻ ആഗ്രഹിച്ച ആ സംഭവമാണ് ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആക്ച്വലി ഒരു വ്യൂ പോയിൻ്റാണ്, അവിടെ നമുക്ക് എത്തണം. എന്തായാലും വണ്ടി അതിൻ്റെ മുകളിലോട്ടേക്ക് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആദ്യം നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. അങ്ങോട്ട് ബ്ലാക്കിന് പെട്രോൾ കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലാക്കിന് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം.
भाई इधर कोई पेट्रोल मिल ना सकता है? पेट्रोल 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 इधर दुकान पे कितना मिलेगा लेकिन ब्लैक में हाँ ब्लैक लीटर के कितना? लीटर का 120 है कुछ 130 है कुछ इधर के और आगे बढ़ते उधर ओके थैंक यू. ഈ സ്ഥലത്ത് പെട്രോളൊക്കെ ലഭ്യമാണ്, പക്ഷെ ബ്ലാക്കിന് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ബ്ലാക്കിന് പെട്രോൾ അടിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ മുന്നോട്ട് പോയി. അത് ഫ്യൂവലിന് വേണ്ടിയിട്ടല്ല, മുന്നോട്ട് ഇനിയും നല്ല സ്പോട്ടുകൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മുന്നോട്ട് പോയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കി മുന്നോട്ട് ഇനി കാര്യമായിട്ട് നല്ല സ്പോട്ടുകളൊന്നുമില്ല. ഞാൻ വന്നിട്ടുണ്ടായിരുന്ന ആ റൂട്ടിൽ തന്നെയാണ് നല്ല സ്പോട്ടുകളും അതുപോലെ തന്നെ പെട്രോൾ പമ്പും ഉള്ളതെന്ന്. ഇനി എൻ്റെ ലക്ഷ്യം ഈ സജ്ജൻഗഡ് എന്ന സ്ഥലത്ത് തന്നെ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇത് നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കുന്ന ആ മലയുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കയറണം. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അത് ആക്ച്വലി ഒരു ഫോർട്ടാണെന്നുള്ളത്. ഒരു സാധാരണ വ്യൂ പോയിൻ്റാണെന്ന് കരുതിയിട്ടാണ് ഞാൻ പോകുന്നത്. അത് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത് അത് സജ്ജൻഗഡ് ഫോർട്ടാണെന്നുള്ളത്. അതിൻ്റെ മുകളിൽ കയറാൻ क्या उधर जाना सकता है? इसमें ऊपर जाना सकता है? गाड़ी नहीं पैदल जाने का गाड़ी नहीं पैदल जाने का वहाँ से आगे आगे रास्ता है ഇതാണ് ഇവിടെ ഒരു ആൾക്കൂട്ടം. भाई गाड़ी पर जा सकता है? नहीं पे पार्किंग है इधर फ्री है. ओके വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ മെയിൻ കൺസേൺ എൻ്റെ ലഗേജ് തന്നെയായിരുന്നു. എനിക്കൊരു ടോപ്പ് ബോക്സും ഒരു ബാഗും ആണുള്ളത്. അപ്പോൾ ഇതും വലിച്ചയച്ചുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. പക്ഷേ ഏതായാലും കുഴപ്പമില്ല, ഞാനവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിൽ എൻ്റെ ലഗേജ് ഏൽപ്പിച്ചു. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റിലോട്ടേക്ക് നടക്കുകയാണ്. സോ താഴെ വണ്ടി വെച്ചു, ഇപ്പോൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെയർ കയറാനുണ്ടായിരുന്നു, സ്റ്റെയർ കയറി. ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇനിയാണ് ശരിക്കും സ്റ്റെയർ ഉള്ളതല്ലേ. അല്ല ആക്ഷൻ ക്യാമറയിലാണെങ്കിൽ ചാർജ് തീരാണ്. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാം. मिलने आए थे छत्रपति शिवाजी हाँ 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 ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് അല്ല, ഇത് തന്നെയാണ് മറ്റേ സജ്ജൻഗഡ് ഫോർട്ട്. ഞാൻ വിചാരിച്ചു സജ്ജൻഗഡ് ഫോർട്ട് പോകണ്ട, മഹാബലേശ്വറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു റോഡിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഈ വ്യൂ പോയിൻറ്റിലോട്ടേക്ക് കയറാൻ വിചാരിച്ചു. അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇതാണ് സജ്ജൻഗഡ് ഫോർട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സ്റ്റെപ്പ് നോക്കിയേ. ഭായ് आपका माँ किधर है? आपका माँ. ട്രക്കിങ്ങിൻ്റെ തുടക്കം മുതൽ ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വഴി കണ്ടെത്താനൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു. ഈ ഫോർട്ടിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയും കൂട്ടിയിട്ട് ആ അമ്പലത്തിലോട്ടേക്ക് പോവുകയാണ് ഇദ്ദേഹം. ഓ ടയേർഡേ. ഓക്കെ, ഈ പുള്ളിക്കാരനാണ് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ. ഇതാണ് സജ്ജൻഗഡ് എന്ന് പുള്ളിക്കാരനാണ് എനിക്ക് പറഞ്ഞു തന്നെ.
ഇതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു അറബിക് സ്ക്രിപ്ചർ എനിക്ക് കാണാൻ പറ്റിയത്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇതെന്താണ് തന്നെ. ചെങ്കട്ട് ഫോർട്ടിൻ്റെ ടോപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തുമ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ടേക്കും അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ടേക്കും ഒരു വഴിയുണ്ട്. ലെഫ്റ്റിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ടൂറിസ്റ്റേഴ്സ് എല്ലാം വന്ന് നിൽക്കുന്ന ഒരു മെയിൻ വ്യൂ പോയിൻ്റ്. പക്ഷേ അവിടെ നിങ്ങൾ പോവാതെ ഇവിടുന്ന് നിങ്ങൾ റൈറ്റിലോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. സത്തറ സജ്ജൻഗഡ് ഫോർട്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മിക്ക റീൽസിൻ്റെ ആ ഒരു എക്സാക്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു റൂട്ടാണ്. പക്ഷേ ആ ഒരു റൂട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. പോകുന്ന ആൾക്കാർ സ്വന്തം റിസ്കിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക. സജ്ജൻഗഡ് ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ. ഇവിടത്തേക്കുള്ള വഴിയൊക്കെ ക്ലോസ് ആയിട്ടാണല്ലേ, കാട് കൊണ്ട് മൂടിയിട്ടാണല്ലേ. അങ്ങനെ കഷ്ടിച്ചാണ് ഇവിടെ എത്തിയത്. വഴിയൊക്കെ കാട് കൊണ്ട് മൂടിയത് കൊണ്ട് തന്നെ അങ്ങനെ ക്രൗഡൊന്നും ഇവിടെ ഇല്ല. ഒറ്റ മൈൻഡായിട്ടുള്ള കഷ്ടിച്ച് വരാൻ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വരാം. ഇതിൻ്റെ മെയിൻ ടൂറിസ്റ്റ് പീപ്പിളെല്ലാം നിൽക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് അങ്ങോട്ടാണ്. ഞാൻ അവിടെ നിൽക്കാതെ എനിക്കറിയാം ഇങ്ങോട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സത്തറ സജ്ജൻഗഡ് ഫോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെയിൻ കോണ്ടൻസ് ഉണ്ട്, റീൽ വീഡിയോസ്. അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ കണ്ട വീഡിയോ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇവിടെ എങ്ങനെയെങ്കിലും എത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അവിടെ അങ്ങ് കാണുന്ന ആ ഒരു കടയിലാണ് ഞാൻ വഴി ചോദിച്ചത്, ഇവിടെ എങ്ങനെ എത്താമെന്ന് ചോദിച്ചുകൊണ്ട്. ഈ ഒരു വ്യൂ പോയിൻറ്റിലോട്ടേക്ക് അധികം ആൾക്കാരും വരില്ല, കാരണം ഇവിടത്തേക്കുള്ള വഴിയൊക്കെ കാട് കൊണ്ടിങ്ങനെ ക്ലോസ് ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഷെഡൊക്കെ കാണാൻ പറ്റും. അതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിൻ്റ്. പക്ഷേ നമുക്കങ്ങനെ എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ തീരെ ഇഷ്ടമല്ലല്ലോ. ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും നമുക്ക് നിൽക്കാൻ താല്പര്യമില്ല. സോ നമ്മൾ കുറച്ചുകൂടെ ഹിഡൻ ആയിട്ടുള്ള, എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്പോട്ടിൽ നമ്മളെത്തി. ഇവിടെ നിന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരെ താഴോട്ടാ. ഇത് നല്ല ആഴമുള്ള ഏരിയ ആണ്. മൊബൈൽ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. സജ്ജൻഗഡ് ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെമ്പിൾ ഏരിയ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാവരും ചെരുപ്പ് അഴിച്ചിട്ടാണുള്ളത്. ഇതുവഴിയാണ് നമ്മളെ മെയിൻ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ചെരുപ്പ് അഴിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു, എനിക്ക് അമ്പലത്തിലോട്ടേക്കല്ല, എനിക്ക് അതുവഴി വ്യൂ പോയിൻറ്റിലോട്ടേക്കാണ് പോകേണ്ടത്. സോ എനിക്ക് ഈ ബൂട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ അവർ കുഴപ്പമില്ല പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അനുവാദം മേടിച്ചിട്ടാണ് ഞാൻ ഈ വഴി ബൂട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ റിട്ടേൺ താഴോട്ടേക്ക് പോവാണ്. എല്ലാവരും ഇതുവഴി സജ്ജൻഗഡ് ഫോർട്ടിൽ വരുമ്പോൾ ഇതുവഴി നേരെ ഉള്ളിലോട്ടേക്ക് കടക്കാതെ ഇതുവഴി ഈ ഒരു ഏരിയയിലൊക്കെയാണ് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നേരെ വർഷം നിങ്ങൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ പേ പാർക്കിംഗ് ആണ് കേട്ടോ.